കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളൊന്നായ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അതിന് മുന്നേ ഒരു ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതുവരെ ഇവിടെ 24 പേരാണ് ഒഴുക്കിപ്പെട്ട് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക, വെള്ളത്തിലിറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഫോറസ്റ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിച്ച് ഇവിടെ ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ബാ. ചെറിയ ട്രക്കിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്കും പിന്നെ ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള മനോഹരമായിട്ടുള്ളൊരു യാത്രയോടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. വരുന്ന സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് പുകവലിയൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഫോറസ്റ്റ് ആണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാട്ടുതീയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതുണ്ട്, രസമുണ്ട് കേട്ടോ. കല്ല് പാകിയൊക്കെ കേട്ടോ. ഇതുണ്ട്, എനിക്ക് തോന്നുന്നു ജീപ്പൊക്കെ ഇതുവഴി പോകുന്നുണ്ടെന്ന് തോന്നുന്നു, ഓഫ് റോഡ് വണ്ടികളൊക്കെ ഇതുവഴി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കണ്ട എന്ത് രസമാണ്, വലിയ പാറകളുമൊക്കെ. അപ്പം ഇത്ര മീറ്റർ വെച്ചിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, പുഴയിൽ ഇറങ്ങരുത്, അത് ഭയങ്കര അപകടമാണ്, കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ടോ, മനോഹരമായിട്ടുള്ളൊരു പാലമാണ് കണ്ടോ, മുളവച്ചൊക്കെ ഉണ്ടാക്കിയൊരു പാലമാണ് കണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകൃതിയുടെ ആ സൗന്ദര്യം നിങ്ങളിതാ കാണ്, അതിമനോഹരമായിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റിനുള്ളിൽ കൂടെ അതിമനോഹരമായിട്ടുള്ളൊരു ട്രക്കിങ് നമുക്ക് കിട്ടും. പിന്നെ അടിപൊളി കാഴ്ചകൾ, അങ്ങനെ കുളിർമയേക്കുന്ന അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. മനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരം കണ്ട. അപ്പം നമ്മുടെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പേരെന്തായിരുന്നു ആദ്യം? റോഷ്നി. കിങ്സ് ആണല്ലേ? എൻ്റെ പേര് ലിവിൻ. റോവിൻ. അപ്പോൾ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി സ്പോട്ടാണ്. എന്തായാലും വരാൻ പറ്റിയ ഒരു നല്ലൊരു കിടിലൻ സ്പോട്ടാണ്. ആദ്യമായിട്ടാണ്. എവിടെയൊക്കെ പോയി? ഞങ്ങൾ ആദ്യം കോട്ടപ്പാറയിൽ പോയി, അവിടെ ഒരു ക്ലൗഡ് ബർത്ത് സ്പോട്ട് കണ്ടു. പിന്നെ ഇവിടെ വന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്, അധികം ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വരാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ്. നല്ല കിടിലം വാട്ടർഫോളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ആഴമുള്ള സ്ഥലമാണ്. അതെ, നല്ല ആഴമുള്ള സ്ഥലമാണ്. എന്ത് ചെയ്യാ, പഠിക്കണോ അതോ? ഞാൻ പഠിക്കുകയാണ്, +2 പഠിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമല്ലേ? അതെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണല്ലേ എന്താ, അടിപൊളി. ഇവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം പോയി കേട്ടോ. എന്താ അടിപൊളിയല്ലേ. അപ്പം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു വെള്ളച്ചാട്ടമാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അപ്പം ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഡേഞ്ചറാണ്, വെള്ളത്തിൽ മാക്സിമം ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ സൗന്ദര്യം ആസ്വാദനം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കെല്ലാം പ്രത്യേക അറിയിപ്പാണ്, മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ കയറി വരുന്നവർക്ക് ഫോറസ്റ്റിൻ്റെ ഒരു പാസ് ഉണ്ട്, 40 രൂപയുടെ ഒരു പാസ് ഉണ്ട്, അതെടുത്തിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിനുള്ളിലേക്ക് വരാൻ. അപ്പം മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിനോടൊപ്പം ജോസിമോർ റാണി.